അമേരിക്കയും ഇറാനും തമ്മിൽ ചരിത്രപരമായിട്ടുള്ള സമാധാന കരാർ പ്രഖ്യാപിക്കുമ്പോൾ മറുഭാഗത്ത് ഇസ്രായേൽ ബെയ്റൂട്ടിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നത്. ഒരുപക്ഷെ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാവുമോ, അതോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഇസ്രായേൽ ലെബനോനിലെ പോരാട്ടം നിർത്തുമോ തുടങ്ങിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ സമാധാന കരാർ പ്രഖ്യാപനത്തിന് ശേഷം ഉയർന്നു വരുന്നുണ്ട്. ഈ അമേരിക്കയിൽ രാത്രിയുടെ സമയമാണ്. ആ രാത്രിയിലാണ് ട്രംപ് 80 വയസ്സ് തികയുന്നതിൻ്റെ ആഘോഷവും ഒപ്പം തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യത്തിൻ്റെ 250-ാം വാർഷികവും ആഘോഷിച്ചത്. വൈറ്റ് ഹൗസിലെ സൗത്ത് ലോണിൽ, തെക്കൻ ലോണിൽ വലിയ ഇടിക്കൂട്ടൊരുക്കി അവിടെ ബോക്സിംഗ് അടക്കമുള്ള പോരാളികൾ ഏറ്റുമുട്ടുന്ന രംഗങ്ങളാണ് ട്രംപ് സൃഷ്ടിച്ചത്. അത് ആഘോഷത്തിൻ്റെ ഭാഗമായി ഇടി കാണുക, പരസ്പരം ഇടിച്ചു വീഴ്ത്തുന്ന തരത്തിൽ ട്രംപിന് എപ്പോഴും മത്സരിച്ച് ജയിക്കണം എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഇറാനുമായി 107 ദിവസം ഏറ്റുമുട്ടിയ ശേഷം ആ യുദ്ധം ഇതാ തീരുന്നു, സമാധാനം വരുന്നു എന്ന് പറയുന്നത് ഇടിക്കൂട്ടിലെ ഇടി കണ്ടുകൊണ്ടാണ്. അപ്പോൾ ട്രംപിൻ്റെ നിലപാടുകൾ എപ്പോഴും വ്യത്യസ്തമാണ്. ഇടിക്കൂട്ടിൽ ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ പ്രഖ്യാപനം നടത്തുന്നു. അങ്ങനെ ട്രംപ് മറ്റ് പ്രസിഡന്റുമാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹം ബീബി എന്നാണ് വിളിക്കുന്നത്. ബീബി എല്ലാത്തിനും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം വിളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ട്രംപ് സമാധാന കരാർ പ്രഖ്യാപിച്ചതിൻ്റെ പിന്നാലെ ലെബനോന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം ട്രംപിന് ഒട്ടും സുഖിച്ചില്ല. എന്ന് മാത്രമല്ല, ട്രംപ് പറഞ്ഞത് ഇയാൾക്ക് ഈ നേരത്ത് വേണമായിരുന്നു ഈ ആക്രമണം നടത്താൻ, ചെയ്തത് എന്തൊരു കഷ്ടമാണ്, ഈസ് വെരി ഡിഫിക്കൽട്ട്, ഇയാളെ കൈകാര്യം ചെയ്യാൻ വളരെ പ്രയാസമാണ്, ഇയാൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളാണ് എന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ച് ട്രംപ് പറഞ്ഞു. കാരണം എങ്ങനെയെങ്കിലും ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ ഇയാൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നു. പക്ഷേ ഇസ്രായേലിന് മറുഭാഷ്യമുണ്ട്. ഈ ചർച്ചകളിലൊന്നും ഇസ്രായേലിനെ ഭാഗമാക്കിയിട്ടില്ല ട്രംപ് ചർച്ച നടത്താൻ മധ്യസ്ഥരായി രംഗത്തിറക്കിയത് പാകിസ്ഥാനെയും ഖത്തറിനെയൊക്കെയാണ്. ഇറാനുമായി പരോക്ഷമായി ഇവർ വഴിയാണ് അമേരിക്ക നേരിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. നേരിട്ടെന്ന് പറയുന്നില്ല, പരോക്ഷമായി സംസാരിച്ചത്. അപ്പോൾ അമേരിക്കയും ഇറാനും മധ്യസ്ഥ തലത്തിൽ പാകിസ്ഥാനും ഖത്തറും തുർക്കിയൊക്കെയാണ് പങ്കെടുത്തത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പോരാട്ടത്തിലെ പ്രധാന കക്ഷിയായ ഇസ്രായേലിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും ഇരുട്ടിൽ നിർത്തിയെന്ന ആരോപണമാണ് വന്നിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ സമാധാന കരാറിനെ എതിർത്തപ്പോൾ അദ്ദേഹം ഫോൺ ചെയ്ത് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞത്, ബീബി, നിങ്ങൾ ഈ രീതിയിൽ ഇറാൻ്റെ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ഒറ്റപ്പെടും, ഞങ്ങൾ അമേരിക്ക കാണത്തില്ല, അമേരിക്ക ഈ പരിപാടി അവസാനിപ്പിച്ച് പോവുകയാണ് എന്ന തരത്തിലാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റിന് ഒരു കാര്യം മനസ്സിലായി, ഇറാനെ കയറി ആക്രമിച്ചാൽ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ അയക്കുന്നത് അമേരിക്കയുടെ വിശ്വസ്ത രാജ്യങ്ങളിലേക്കാണ്. UAE-യിലേക്ക്, സൗദി അറേബ്യയിലേക്ക്, ഖത്തറിലേക്ക്, ഒമാനിലേക്ക്, കുവൈറ്റിലേക്ക്, ബഹ്റിനിലേക്ക് അടക്കമുള്ള രാജ്യങ്ങളിലേക്കാണ്. അപ്പോൾ ഇതൊക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഖ്യകക്ഷികളാണ്. അമേരിക്കയുടെ എണ്ണ താല്പര്യം, അതുപോലെ തന്നെ സംരക്ഷണം നൽകുന്നതിന് ലഭിക്കുന്ന ഫീസ് അടക്കം ലക്ഷക്കണക്കിന് കോടിയുടെ ബിസിനസ് നടക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയെ കൈവിടുമോ എന്നുള്ള ഭീതി അമേരിക്കൻ സേനയ്ക്കും അമേരിക്കൻ ഭരണകൂടത്തിനും ഉണ്ടായപ്പോഴാണ് യുദ്ധം നിർത്തണമെന്നുള്ള ചിന്തയുണ്ടായത്. തന്ത്രപരമായി ഇറാൻ പ്രയോഗിച്ചു. തുടക്കത്തിൽ അടി കിട്ടിയത് മുഴുവൻ ഇറാനാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സേനകൾ 100 കണക്കിന് തവണയാണ് അവരുടെ വ്യോമസേന യുദ്ധവിമാനങ്ങൾ വന്ന് ബോംബർ വിമാനങ്ങൾ ബോംബിട്ടത്. ഒപ്പം തന്നെ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ കപ്പലുകളിൽ നിന്ന് അയച്ചത്. ഇറാൻ തിരിച്ചടിച്ചത് ഇസ്രായേലിലേക്കാണ്, US ബേസുകളിലേക്ക്. അത് സൗദിയുടെയും കുവൈറ്റിൻ്റെയും ഖത്തറിൻ്റെയും ഒമാൻ്റെയും ബഹ്റിൻ്റെ ഒക്കെ 5ാം കപ്പൽപ്പട ഇവിടെ ആസ്ഥാനമായ ബഹ്റിൻ്റെ ഇതിലേക്കൊക്കെ അടിച്ചു. അപ്പോൾ ഈ അടി വന്നപ്പോഴാണ് അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്, ഈ വെനുസ്വേലയിൽ പോയി അവിടുത്തെ പ്രസിഡന്റ് മഡൂറോയും ഭാര്യയും രാത്രിക്ക് പിടിച്ചുകൊണ്ടുപോയ പോലെയല്ല ഇറാനോട് ഏറ്റുമുട്ടിയാൽ. ഇറാൻ എത്ര അടി കിട്ടിയാലും അവർ പതുക്കെ തലപൊന്തിച്ച് അവരുടെ തുരങ്കങ്ങളിൽ കിടക്കുന്ന ഈ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും എടുത്ത് പ്രയോഗിക്കുമെന്നുള്ളത്
മനസ്സിലായതും അത് തങ്ങളുടെ ബേസുകളിലേക്കും അതുപോലെ തന്നെ ഈ രാജ്യങ്ങളിലെ ഇതിനു നേരെയൊക്കെ പ്രയോഗിക്കുന്നു. അപ്പോൾ പിന്നെ ഹോർമോസ് കടലിടുക്ക് അടച്ചത് വലിയ തരത്തിൽ അമേരിക്കയെ ഞെട്ടിപ്പിച്ചു. കാരണം ഹോർമോസ് കടലിടുക്കിലൂടെയാണ് ലോകത്തിൽ 20% എണ്ണ കടന്നു പോകുന്നത്. പെട്രോളും ഡീസലൊക്കെ ലോകം മുഴുവൻ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അതിന് കാരണക്കാർ അമേരിക്കയാണെന്ന തലത്തിൽ വന്നതോടുകൂടി അമേരിക്കൻ പ്രസിഡന്റിൽ വേവലാതിയായി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രഖ്യാപനം, ഹോർമോസ് കടലിടുക്ക് തുറക്കുന്നു. മിക്കവാറും 19-ാം തീയതി ഈ വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും അതുപോലെ തന്നെ ഇറാൻ്റെ സ്പീക്കർ മുഹമ്മദ് ഖലീബാഫും ഒപ്പിടുമെന്നാണ് ഇപ്പോൾ അറിയിപ്പുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അവിടെ നേരിട്ട് എത്തുമെന്നാണ് പറയുന്നത്. വൈസ് പ്രസിഡന്റാണ് ഒപ്പിടുകയെങ്കിലും ഒരുപക്ഷെ ട്രംപ് അവിടെ എത്തുകയാണെങ്കിൽ അദ്ദേഹം ഒപ്പിടും. നേരിട്ടൊരു കരാറിൽ ഒപ്പിടുവാൻ സാധ്യത കുറവാണ്. എന്തായാലും ഇതൊരു ചരിത്ര സംഭവമായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചോദ്യചിഹ്നമാവുന്നുണ്ട്. യുദ്ധം തീരുന്നത് നല്ലതാണ്, സമാധാനം കൈവരണമെന്ന് എല്ലാം ആഗ്രഹിച്ചതാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കോടിയിലേറെ ഇന്ത്യക്കാർ ഗൾഫ് മേഖലയിൽ വർക്ക് ചെയ്യുന്നു. 40 ലക്ഷം മലയാളികൾ. കേരളത്തെ സംബന്ധിച്ചോളം അതീവ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇപ്പോൾ തന്നെ ഇവിടെ വിലക്കയറ്റം രൂക്ഷമായിരിക്കുന്നു, പെട്രോൾ ഡീസൽ വില കൂടിയിരിക്കുന്നു, പാചകവാതത്തിന് വില കൂടിയിരിക്കുന്നു, ഹോട്ടലുകളിൽ ഈ ഗ്രേവി കൊടുക്കാത്തതിന് ചൊല്ലി വരെ പ്രശ്നമുണ്ടായതിൻ്റെ പിന്നിൽ യുദ്ധമാണ്. കൊടുക്കാൻ കഴിയുന്നില്ല, പാചകവാതം കിട്ടാനില്ല, പാചകവാതത്തിന് തീവിലയാണ്. അപ്പോൾ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെയും ബാധിക്കുന്ന തരത്തിൽ, ഇന്ത്യ മാത്രമല്ല ലോകമെമ്പാടും വരുന്ന 800-900 കോടി ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം മാറിയെന്നുള്ളതാണ്. അപ്പോൾ യുദ്ധം അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ തരത്തിൽ അത് വലിയ ആശ്വാസമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ബാക്കി കിടപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ യുദ്ധം നിർത്തിയിരിക്കുന്നത് പെർമനൻ്റ് ആയിട്ടാണെന്ന് പറഞ്ഞാലും 60 ദിവസത്തേക്ക് ഈ ആണവ ചർച്ചകൾക്ക് സമയം കൊടുത്തിട്ടുണ്ട്. ആണവ ചർച്ചകളിൽ തീരുമാനമായില്ലെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്ന ട്രംപിൻ്റെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ട്രംപ് ഭീഷണി മുഴക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 107 ദിവസം നീണ്ട യുദ്ധത്തിൽ ട്രംപ് കഴിഞ്ഞ 2 മാസത്തിലേറെയായി യുദ്ധം ഇതാ തീരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 20-ാം തീയതി തുടങ്ങിയതാണ്. ഏപ്രിൽ 20-ാം തീയതി തീർന്നു എന്ന് പറഞ്ഞു. മെയ് മാസത്തിൽ 5-6 തവണയാണ് ട്രംപ് പ്രഖ്യാപനം നടത്തി യുദ്ധം തീർന്നു. എന്നിട്ടും ജനുവരി 11 ഒരു പ്രഖ്യാപനം വന്നു. ജൂൺ 11 പ്രഖ്യാപനം വന്നു. ഇപ്പോൾ അത് വീണ്ടും ഇതെത്തുമ്പോൾ ജൂൺ 14 ആണ് ട്രംപ് പ്രഖ്യാപിക്കുന്നത്. ട്രംപിൻ്റെ ജന്മദിനമാണ്, അന്ന് ഒപ്പിടണം നിർബന്ധമായിരുന്നു. ഇറാൻ അതിലൊരു കള്ളത്തരം മണത്തു. കാരണം ട്രംപിൻ്റെ ജന്മദിനത്തിൽ 80 വയസ്സ് ട്രംപിന് തികയുമ്പോൾ ഒപ്പിട്ടാൽ സ്വാഭാവികമായിട്ട് ട്രംപിൻ്റെ വിജയമായിട്ടും ട്രംപിൻ്റെ ജന്മദിനത്തിൽ ഒപ്പിട്ടു എന്നുള്ള രീതിയിൽ അധികം പബ്ലിസിറ്റി കൊടുക്കാതെ ഇറാനിൽ തിരിച്ചടി ഉണ്ടാവുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇറാൻ ഭരണകൂടം പറഞ്ഞത് ഞങ്ങൾ സമ്മതിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇന്ന് ഒപ്പിടാമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ സമയം നീട്ടിക്കൊണ്ടുപോയി. ഇറാനിൽ 15-ാം തീയതി പിറന്നതിന് ശേഷം മാത്രമാണ് അവർ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിലും കരാറിന് സമ്മതിച്ചതും പ്രഖ്യാപിക്കാൻ തയ്യാറായതും. അപ്പോൾ ഒരു ഭാഗത്ത് ഇറാനിലെ തീവ്ര നിലപാടുള്ള പക്ഷം ഇപ്പോഴും ഇറാൻ അമേരിക്കയുമായി ഈ സമാധാന കരാറിന് സമ്മതിച്ചതിൽ എതിർപ്പുണ്ട്. അവർ പരസ്യമായി പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട്. ഇറാൻ്റെ മിതവാദിയായിട്ടുള്ള വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചി രാജിവെച്ച് പോകണമെന്ന് വരെ അവിടുത്തെ തീവ്ര നിലപാടുകാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അമേരിക്കയുടെ മുമ്പിൽ അങ്ങനെ കീഴടങ്ങേണ്ട കാര്യമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇതേ അവസ്ഥ തന്നെ അമേരിക്കയിലും ഉണ്ടായിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ ഐതിഹാസിക വിജയമായിട്ട് ഇതിനെ വാഴ്ത്തുമ്പോൾ അവിടുത്തെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഹക്കീം ജെഫ്രീസ്, അവിടുത്തെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലെ പ്രതിപക്ഷ നേതാവാണ്. ഹക്കീം ജെഫ്രീസ് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് യുദ്ധത്തിന് പോയി ഒരു നേട്ടവും ഉണ്ടാക്കാതെ അമേരിക്കൻ ജനങ്ങളുടെ മേൽ വിലക്കയറ്റവും പണപ്പെരുപ്പവും അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് യുദ്ധം തീരുന്നത്. എന്തിനു വേണ്ടിയാണ് യുദ്ധത്തിന് പോയത് എന്നുള്ള ചോദ്യം ഉയർത്തുന്നു. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ട്രംപിൻ്റെ ജനപ്രീതി താഴോട്ട് പോയിരിക്കുന്നു. നവംബറിൽ നടക്കാൻ പോകുന്ന മിഡ് ടേം ഇലക്ഷനിൽ ഒരുപക്ഷെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ട്രംപും തിരിച്ചടി വാങ്ങുമെന്നുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ട്രംപ് തിരക്കിട്ട് ഈ യുദ്ധം ഇസ്രായേൽ പോലും സമ്മതിക്കാതെ യുദ്ധം അവസാനിപ്പിക്കാൻ പോയത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് ഒരു കാര്യം മനസ്സിലായി, ഈ മഡൂറോയോട് കളിച്ചതുപോലെ ലാറ്റിൻ അമേരിക്കയിൽ കളിച്ചതുപോലെയല്ല, ഇറാൻ 20 വർഷമായി ഇതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ ട്രംപ് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയത് മുൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയാണ്. ബറാക്ക് ഒബാമ ഉണ്ടാക്കിയ കരാർ, സമാധാന കരാർ ഇറാനുമായിട്ടുണ്ടാക്കിയത് വലിയ ദുർബലമായിരുന്നു, അത് ഞാൻ പൊളിച്ചെഴുതി എന്നാണ്.
പക്ഷേ ഒബാമ നേടിയ നേട്ടത്തേക്കാൾ എന്ത് നേട്ടമാണ് ട്രംപ് ഉണ്ടാക്കിയതെന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ്. അമേരിക്കൻ ഇതിൽ ജനങ്ങളുടെ സ്വസ്ഥത കെടുത്തി. ഇനി അമേരിക്കക്കാരൻ ഏത് സ്ഥലത്ത് ആക്രമിക്കപ്പെട്ടാലും അതിന് കാരണം ട്രംപ് ഇറാനിൽ നടത്തിയ ആക്രമണമാണെന്നുള്ള തരത്തിൽ വരും. അവിടുത്തെ ഗൾഫ് രാജ്യങ്ങളെ മുഴുവൻ പ്രതിസന്ധിയിലാക്കി, ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തി, ലോകത്തിലെ മുഴുവൻ അസ്വസ്ഥതയുണ്ടാക്കി, അമേരിക്ക ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായി എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്നുമാത്രമല്ല, ഇനി അമേരിക്ക പറഞ്ഞാൽ ഇസ്രായേൽ കേൾക്കാൻ തയ്യാറാവുമോ? ഇസ്രായേൽ ഇതിനെ ലംഘിച്ച് ലെബനോനിൽ നിന്ന് ആക്രമണം ഇനിയും തുടർന്നാൽ ട്രംപിൻ്റെ വാക്കിന് പഴയ ചാക്കിൻ്റെ വിലയാവും. ഇസ്രായേലിനെ വലിയ രീതിയിൽ ട്രംപ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അത് കൂട്ടാക്കാതിരുന്നാൽ, അദ്ദേഹം തന്നെ ഇപ്പോൾ പറയുന്നത് ഈസ് എ വെരി ഡിഫിക്കൽട്ട് മാൻ, നല്ല ബുദ്ധിമുട്ടാണ് നെതന്യാഹുവിനെ ഇത് ചെയ്യാനായിട്ട്. അവിടെ ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്, അങ്ങനെ വെറുതെ നോക്കിയിരിക്കും നെതന്യാഹു എന്ന് ഇത് ചെയ്യാൻ പറ്റുമോ? ഗസയിൽ കയറി ആക്രമിച്ചു, ഇന്നലെയും അവിടെ കുറേ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലെബനോനിൽ ഹെസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു എന്ന പേരിലാണ് ലെബനോൻ്റെ തലസ്ഥാനമായി ബെയ്റൂട്ടിൽ ഈ മണിക്കൂറുകളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അപ്പോൾ ഈ കരാറിനെ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് അവർ നൽകിയിരിക്കുന്നത്. ട്രംപ് ഏകപക്ഷീയമായി നടത്തിയതാണ്, ഞങ്ങളിതിൽ പങ്കെടുപ്പിച്ചിട്ടില്ല. പങ്കെടുപ്പിച്ചാൽ നെതന്യാഹു സമ്മതിക്കില്ലെന്ന് ട്രംപിനറിയാം. അപ്പോൾ ട്രംപ് അത് ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് ഇറാനോട് പറഞ്ഞാണ് ഈ സമാധാന കരാർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിൻ്റെ നിലപാട് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഇപ്പോൾ ഈ ഒരു സമാധാന കരാർ വന്നത് വാണിജ്യപരമായിട്ട് വലിയ നേട്ടം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കാരണം പശ്ചിമേഷ്യയിലേക്ക് നമുക്ക് ഒരുപാട് ബിസിനസ് ഉണ്ട്, ഇറാനുമായിട്ടും മറ്റ് ഗൾഫ് രാജ്യങ്ങളായിട്ടും. പ്രത്യേകിച്ച് നമുക്ക് എണ്ണ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്, അവിടുത്തെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മുഴുവൻ എണ്ണ വാങ്ങുന്നുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച് ഇടയ്ക്ക് വാങ്ങുന്നു പിന്നെ നിർത്തുന്നു എന്നുള്ള രീതിയിലാണ്. വെനിൻസുലൻ എണ്ണ നമുക്ക് കിട്ടുന്നില്ല, അത് അമേരിക്കയുടെ കൺട്രോളിലായി. അത് എത്രമാത്രം കിട്ടുന്നു എന്നറിയില്ല. അപ്പം അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ത്യക്കുള്ള വലിയ നേട്ടം. എന്ന് മാത്രമല്ല, ഈ ചബഹാർ എന്ന തുറമുഖം ഇറാനിലാണ്. ഇന്ത്യ ആയിരക്കണക്കിന് കോടി ഇറക്കിയാണ് ആ തുറമുഖം നിർമ്മിച്ചിട്ടുള്ളത്. അത് പ്രധാനമായിട്ട് അഫ്ഗാനിസ്ഥാനിലേക്കും അതുപോലെ തന്നെ മധ്യ ഏഷ്യയിലേക്ക് തജിക്കിസ്ഥാൻ, ടർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള മധ്യ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഒരു വാതായനം കൂടിയാണ്. അവിടെ അമേരിക്ക ആദ്യം ആക്രമിച്ചെങ്കിൽ ഇപ്പോൾ വലിയ കേടുപാടുകളില്ല. അപ്പോൾ അവിടേക്കുള്ള നമ്മുടെ ബിസിനസ് കപ്പലുകളുടെയൊക്കെ സഞ്ചാരം തുടങ്ങും. എന്ന് മാത്രമല്ല, ഇത് വന്നപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപോയപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ കപ്പൽ ജീവനക്കാരുള്ളത് ഇന്ത്യയിൽ നിന്നാണ്. 3 ലക്ഷത്തിലേറെ കപ്പൽ ജീവനക്കാരാണ് വിവിധ രാജ്യങ്ങളുടെ കപ്പലുകളിലായിട്ടുള്ളത്. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളിൽ 565 ഇന്ത്യൻ ജീവനക്കാരുണ്ട്. 13 ഇന്ത്യൻ കപ്പലുകൾ തന്നെ മുടങ്ങിക്കിടപ്പുണ്ട്. മറ്റ് കപ്പലുകളിലൊക്കെ ഇന്ത്യൻ ജീവനക്കാരുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഗൾഫ് മേഖലയിൽ മാത്രം 13,000-നും 15,000-നും ഇടയ്ക്ക് കപ്പൽ ജീവനക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ അതിൽ ഒരുപാട് പേർ മലയാളികളാണ്. അപ്പോൾ ഇവരെയൊക്കെ ബാധിച്ചൊരു പ്രശ്നമാണിത്. പക്ഷേ ഇന്ത്യയുടെ നിലപാടിനെ ചൊല്ലി വലിയ വിവാദം ഉയർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ കപ്പൽ ഒമാൻ കടലിന് തീരത്ത് ആക്രമിക്കപ്പെട്ട് 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവം വീണ്ടും വിവാദമായി ഉയരുകയാണ്. കാരണം ഇതിനെതിരെ അമേരിക്കയ്ക്കെതിരെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതിഷേധിച്ചെങ്കിലും അവിടെ നിന്ന് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയുടെ മറുപടി ഇന്ത്യയെ പുച്ഛിച്ച് തള്ളുന്ന രീതിയിലായിരുന്നു. അനധികൃതമായിട്ട് എണ്ണ കടത്തിക്കൊണ്ടുപോകാൻ ഇറാനിൽ നിന്ന് ശ്രമിച്ചാൽ അത് അംഗീകരിക്കാനാവില്ല, അതിനെ ഞങ്ങൾ നേരിടുമെന്നുള്ള തരത്തിലാണ് ജനിച്ചത്. പക്ഷേ അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള ക്വാഡ് സഖ്യത്തിൽ 4 അംഗങ്ങളാണുള്ളത്, അമേരിക്കയും ഇന്ത്യയും ജപ്പാനും ഓസ്ട്രേലിയയും. ആ സഖ്യത്തിൽപ്പെട്ട ഇന്ത്യയുടെ 3 നാവികർ കൊല്ലപ്പെട്ടിട്ട് ഒരു മാപ്പ് പറയാനോ അതിൽ ഖേദം പ്രകടിപ്പിക്കാനോ അമേരിക്ക തയ്യാറായില്ലെന്നുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷമാണ്. രാഹുൽ ഗാന്ധി മുതൽ ശശി തരൂർ വരെ. ശശി തരൂർ അമേരിക്കയെ കുറ്റപ്പെടുത്തിയത് ഒരു വികാരമില്ലാത്ത സുഹൃത്ത് എന്ന നിലയിലാണ്. അപ്പോൾ ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യം വല്ലാതെ എംബാരസിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഫ്രാൻസിലും സ്ലോവാക്യയിലും യാത്രയ്ക്ക് പോയിരിക്കുകയാണ്. ഫ്രാൻസിൽ അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. ഇന്ത്യ മിറാഷ് 2000 നേരത്തെയും റഫേൽ യുദ്ധവിമാനങ്ങളൊക്കെ വാങ്ങുന്നത് ഫ്രാൻസിൽ നിന്നാണ്. ഇമ്മാനുവൽ മാക്രോൺ അവിടുത്തെ ഫ്രഞ്ച് പ്രസിഡന്റുമായി ചർച്ച നടത്തി. ഇനി G7 സമ്മിറ്റ് 15 മുതൽ 17 വരെ നടക്കുകയാണ് പാരീസിൽ. അതിൽ പങ്കെടുക്കാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതാ എത്തുകയാണ്.
അവിടെ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ചയുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ പ്രതിഷേധം അമേരിക്കൻ മറ്റേ USS അബ്രഹാം ലിങ്കൻ എന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പലിൽ നിന്ന് അവിടുത്തെ യുദ്ധവിമാനങ്ങൾ കൃത്യമായി ഇന്ത്യൻ കപ്പലിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് മിസൈൽ അയച്ച് അത് തകർക്കുകയും 3 പേർ കൊല്ലപ്പെടുകയും 21 പേര് കടലിൽ മുങ്ങുന്ന അവസ്ഥയായപ്പോൾ ഒമാൻ്റെ നാവി ഇടപെട്ടാണ് രക്ഷപ്പെടുത്തിയത്. അമേരിക്ക ഒരു കൈവിരൽ പോലും അനക്കിയില്ല. അപ്പം ഇങ്ങനെയുള്ള അമേരിക്ക നേരത്തെ അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് 2ാം തവണ അധികാരത്തിലെത്തിയപ്പോൾ അവിടെ സന്ദർശിച്ച് നരേന്ദ്രമോദി വന്നതിന് പിറകെ ഇന്ത്യയിലെ അമേരിക്കയിലുള്ള ഇന്ത്യയുടെ പൗരന്മാരെ ചങ്ങലക്കിട്ട് കൊണ്ടുവന്നു എന്നുള്ള ഒരു ആരോപണം ഉണ്ടായതാണ്. അപ്പോൾ ഇവിടെ പാകിസ്ഥാൻ അല്പം സ്കോർ ചെയ്യുന്നു, ഇന്ത്യക്ക് ക്ഷീണം പറ്റി എന്നുള്ള പ്രചരണം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാന് ഇന്ത്യക്ക് കിട്ടിയ ഒരു അവസരം പാകിസ്ഥാൻ കൊണ്ടുപോയെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേലുമായിട്ട് പാകിസ്ഥാനേക്കാളൊക്കെ എത്രയോ വലിയ ബന്ധമാണ് ഇന്ത്യക്കുള്ളത്, ഇറാനുമായിട്ടും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇതിൽ മധ്യസ്ഥ റോളിൽ വരാമായിരുന്നൊരു രാജ്യം ഇന്ത്യയായിരുന്നു. പക്ഷേ ട്രംപ് തെരഞ്ഞെടുത്തതും ഇടിച്ചു കയറി ആ സ്ഥാനം ഏറ്റെടുത്തതും പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ആദ്യമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ വഹിച്ചു എന്നുള്ളൊരു നേട്ടമുണ്ടായിരിക്കുന്നു. ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള ഇതിൽ ചെയ്യുമ്പോൾ പാകിസ്ഥാനെ അതിശക്തമായി കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കാറുള്ളത്. പക്ഷെ ആദ്യമായി പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികളിൽ അവരൊരു നേട്ടമുണ്ടാക്കി. പക്ഷെ ഒരുപക്ഷെ ഇന്ത്യക്ക് അത്ര എളുപ്പമല്ല. കാരണം ഇന്ത്യ മറ്റ് രാജ്യങ്ങൾ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ ഇടയിൽ മധ്യസ്ഥ വഹിക്കുന്നതിന് ഇന്ത്യ അനുകൂലിക്കുന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ നയം തന്നെ അല്പം വ്യത്യസ്തമാണ്. എന്നാലും ഇൻഫോർമലായിട്ട് ഇന്ത്യക്ക് ഇടപെടാമായിരുന്നു എന്നുള്ള ഒരു ചർച്ച വരുന്നുണ്ട്. ഇന്ത്യ പേടിച്ചു മാറി നിന്നു. അതിനിടയിൽ പാകിസ്ഥാൻ ഒന്നും നഷ്ടപ്പെടാനില്ല. പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, അവർക്ക് മുന്നേറാൻ പറ്റുന്നില്ല. അതിനിടയിൽ ട്രംപുമായിട്ട് അവിടുത്തെ സൈന്യാധിപൻ അസീം മുനീറിനുള്ള ഒരു വ്യക്തിപരമായ ബന്ധം മുതലെടുത്ത് അവരവിടെ ഇത് കയറി. ഒരുപക്ഷെ ഈ ജൂൺ 19 ഒപ്പിടുമെന്നും അത് സ്വിറ്റ്സർലൻഡിൽ വെച്ചായിരിക്കുമെന്നും ഒക്കെ ആദ്യം എക്സിലൂടെ പ്രഖ്യാപിച്ചത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ്. അതിനുശേഷമാണ് ട്രംപ് അടക്കം രംഗത്ത് വന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇതൊരു വലിയ നേട്ടമായി. ഒരുപക്ഷെ പാകിസ്ഥാനേക്കാൾ കൂടുതൽ ഏറ്റവും അവസാനം ഇറാൻ ഇടഞ്ഞു നിന്നപ്പോൾ അത് സെറ്റിൽ ചെയ്യാനായിട്ട് 17 മണിക്കൂർ ചർച്ച നടത്തിയത് ഖത്തറാണ്. ഖത്തറിൻ്റെ ഉന്നതതല സംഘം ടെഹ്റാനിലെത്തി അല്പം മണിക്കൂറുകൾക്ക് മുമ്പാണ് അവർ തിരിച്ചു പോയത്. ആ സമയത്താണ് ഈ പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ ടെഹ്റാനിൽ ഏറ്റവും അവസാനത്തെ തരത്തിൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ഖത്തറാണ്. അതുകൊണ്ടായിരിക്കണം പാകിസ്ഥാൻ നന്ദി പറഞ്ഞിരിക്കുന്നത് ഖത്തറിനും സൗദി അറേബ്യയ്ക്കും തുർക്കിക്കുമാണ്. എന്തായാലും ഇതൊക്കെയാണെങ്കിലും ആശ്വസിക്കാൻ വലിയ വകയുണ്ട്. UAE-യിൽ, സൗദി അറേബ്യയിൽ, കുവൈറ്റിൽ, അതുപോലെ തന്നെ ഖത്തറിലും മറ്റു രാജ്യങ്ങൾ ബഹ്റിനിൽ, ഒമാനിൽ അടക്കം, ഇറാഖിൽ, സിറിയയിൽ അടക്കം ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് മലയാളികൾ, കോടിക്കണക്കിന് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ആശ്വാസ വാർത്ത തന്നെയാണ്. കാരണം എല്ലാം ആശങ്കയിലായിരുന്നു. ഒരുപക്ഷെ ഇറാനിലേക്ക് ഇനി അമേരിക്ക ആക്രമിച്ചാൽ അവർ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുമായിരുന്നു. അതൊക്കെ ഇല്ലാതായി. ഗൾഫിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്, നട്ടെല്ലായി നിൽക്കുന്നത് ഗൾഫിൽ നിന്നുള്ള വരുമാനമാണ്, നമ്മുടെ റെമിറ്റൻസ്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ യുദ്ധം അവസാനിക്കേണ്ടത് ആവശ്യമായിരുന്നു. ആ തരത്തിൽ കാര്യങ്ങൾ തൽക്കാലമെങ്കിലും ശമനമായത് ആശ്വസിക്കാം. പക്ഷേ എന്താണ് മുന്നിൽ വരാനിരിക്കുന്നത്? ഇസ്രായേൽ നോക്കിയിരിക്കുമോ? ഇസ്രായേലിനെ സംബന്ധിച്ച് അവിടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇസ്രായേലിനോട് ട്രംപ് പറഞ്ഞത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇതിൽ ആനന്ദിക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ ഈ യുദ്ധം നിർത്തിയത് വഴി ഇസ്രായേലിനാണ് അതിൻ്റെ നേട്ടം ഉണ്ടാകുന്നത്. ഇസ്രായേൽ ഒറ്റപ്പെടുമെന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ഞങ്ങളത് ഇടപെട്ട് അത് നിർത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഭാവിയിലാണെങ്കിലും അവർക്ക് ആണവായുധം ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഞങ്ങളിത് നിർത്തിയിരിക്കുന്നതെന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. ആണവായുധം ഇറാൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ 2 മണിക്കൂർ കൊണ്ട് ഇസ്രായേലിന് തീർക്കുമായിരുന്നു. അത് ഞങ്ങൾ ഒഴിവാക്കിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതുവരെ ആണവായുധ ശേഖരം സംബന്ധിച്ചും അവരുടെ കൈവശമുള്ള 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം സംബന്ധിച്ചും ഒരു തീരുമാനവുമായിട്ടില്ല. ഇറാൻ എത്ര വഴങ്ങുമെന്നറിയില്ല. എന്ന് മാത്രമല്ല, ഹോർമോസ് കടലിടുക്ക് ഇപ്പോൾ ടോൾ ഫ്രീ ആയിട്ട് തുറക്കുന്നുവെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ കിട്ടിയൊരു ലിവറേജ് ഇറാന് മനസ്സിലായി. ഇതുവരെ ഇറാൻ ഇത്രയും കരുതിയിരുന്നില്ല. ഹോർമോസ് കടലിടുക്ക് ഇത്രയും തന്ത്രപ്രധാനമാണ് എന്നറിഞ്ഞിരുന്നില്ല. ഇറാനും അതുപോലെ തന്നെ ഒമാനുമാണ് ഹോർമോസ് കടലിടുക്കിൻ്റെ ഇതിൽ അവകാശമുള്ളത്. അവരിനി അതിൽ ഫീസ് പിരിക്കാൻ തുടങ്ങും. എത്ര ഫീസ് പിരിക്കുമെന്ന് അറിയില്ല. ഫീസ് പ്രഖ്യാപിച്ചാൽ പാടില്ല എന്ന് അമേരിക്കയ്ക്ക് പറയാൻ പറ്റുള്ളൂ. ഇതുവരെ ടോൾ ഫ്രീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പേരിൽ അമേരിക്ക ഇനി വീണ്ടും ആക്രമിക്കാൻ വരുമോ?
എന്തായാലും അമേരിക്ക ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഇസ്രായേലും കൂടി ഉണ്ടാക്കിയ യുദ്ധം കൊണ്ട് ഇറാന് കിട്ടിയൊരു നേട്ടം, ഞങ്ങൾ യുദ്ധത്തിൽ 30,000-40,000 തവണ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങളുണ്ടായി, ഞങ്ങളുടെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനായി കൊല്ലപ്പെട്ടു, സൈന്യാധിപന്മാർ കൊല്ലപ്പെട്ടു, നിരവധി രംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ, ആണവശാസ്ത്രജ്ഞന്മാർ, സൈനിക കേന്ദ്രങ്ങൾ, അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചർ കേന്ദ്രങ്ങൾ, അവരുടെ കപ്പൽപ്പട, യുദ്ധക്കപ്പലുകളുടെ ഏതാണ്ട് 99% കടലിനടിയിലെന്നാണ് ട്രംപ് പറഞ്ഞത്. അവരുടെ വ്യോമസേന, ആകെ ബാലിസ്റ്റിക് മിസൈലുകളും ഈ ഡ്രോണുകളും വെച്ചാണ് ഇറാൻ യുദ്ധം നടത്തിയത്. ആകെ ഒരു കാര്യമുണ്ടായി, ഇറാനിൽ പ്രക്ഷോഭം നടത്തിയിരുന്ന ലക്ഷക്കണക്കിന് വനിതകളും അതുപോലെ തന്നെ അവിടുത്തെ പൊതുജനങ്ങളും അവർക്ക് മൗനം പാലിക്കേണ്ടി വന്നു. കാരണം ഭരണകൂടം അവരുടെ ശക്തി തെളിയിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ആരെയും അവർക്ക് നോക്കാനില്ല. ഇനി ഇവരെ രക്ഷിക്കാൻ, ഈ പ്രക്ഷോഭകരെ രക്ഷിക്കാൻ അമേരിക്കയ്ക്ക് വരാൻ പറ്റില്ല. അമേരിക്കൻ പ്രസിഡന്റ് വിചാരിച്ചത്, അവർ പറഞ്ഞത് ഇതാ ഞങ്ങൾ വരുന്നു, ഹെൽപ്പ് ഈസ് ഓൺ ദ വേ, നിങ്ങൾ പ്രക്ഷോഭം നടത്തിക്കോളൂ, ഇവിടെ ഭരണമാറ്റം ഉണ്ടാക്കാമെന്നാണ് ട്രംപ് കരുതിയത്. ഭരണമാറ്റം സാധിച്ചില്ല. പരമോന്നത നേതാവിനെയും പ്രമുഖരെയൊക്കെ കൊലപ്പെടുത്തിയെന്നുള്ളത് ശരിയാണ്. പക്ഷെ പരമോന്നത നേതാവിൻ്റെ മകൻ മൊയ്തീബ ഖമനായി അവിടെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെടാൻ ഒരു കാരണം ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണമാണ്. കാരണം എല്ലാവരും ഏകോപിപ്പിച്ച് നടത്തുന്ന ഒരു നേതാവ് ആയത്തുള്ള ഖമനായിയുടെ രക്തസാക്ഷിത്വം മൂലം വന്നത് അദ്ദേഹത്തിൻ്റെ മകനിലേക്കാണ്. ഇല്ലെങ്കിൽ വേറെ പലരും, ലാറി ജാനി അടക്കം അവരൊക്കെ കൊല്ലപ്പെട്ടു, അവരിലേക്ക് വന്നേനെ. അപ്പോൾ ഇപ്പോൾ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സും തീവ്ര നിലപാടുകാരും ശക്തരായിരിക്കുന്നു. മിതവാദികളായിട്ടുള്ള ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ അടക്കം അവിടുത്തെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗാച്ചി ചർച്ചകൾക്കൊക്കെ നേതൃത്വം നൽകിയെങ്കിലും അവർ സൈഡ് ലൈൻഡായി, അവരുടെ അധികാരം കുറഞ്ഞു, അധികാരം മുഴുവൻ തീവ്ര നിലപാടുകാരിലേക്ക് മാറി. അതുകൊണ്ട് ഇറാനെ ഇനി കൂടുതൽ പേടിക്കണം ഇസ്രായേലും അമേരിക്കയും. കാരണം ഹാർഡ് ലൈനേഴ്സിൻ്റെ കയ്യിലേക്ക് യുദ്ധം മൂലം അത് വന്നിരിക്കുകയാണ്. അവർ സമ്പദ്ഘടന ശക്തിപ്പെടുത്താനായി ഇനി ചെയ്യാൻ പോകുന്നത്, അവരുടെ സ്വത്തുക്കൾ ഏതാണ്ട് 24 ബില്യൺ $2,400 കോടി അമേരിക്കയും സഖ്യകക്ഷികളും മരവിപ്പിച്ചിട്ടുള്ളത്. അത് തിരിച്ചു വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പകുതി 50% 12 ബില്യൺ $1,200 കോടി. അപ്പം 1,200 കോടി ഇൻറ്റു 96 ആണെങ്കിൽ 96 ചേരുമ്പോഴാണ് ഇന്ത്യൻ രൂപയിലേക്ക് എത്തുന്നത്. അപ്പോൾ അത്രയും വലിയ തുക അവർക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ UAE $10 ബില്യൺ $3 ബില്യൺ $300 കോടി കൊടുത്തു എന്നാണ് വാർത്തകൾ വരുന്നത്. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഹോർമോസ് കടലെടുക്കുന്ന ചുങ്കം പിരിക്കാൻ തുടങ്ങിയാൽ അത് ഈ യുദ്ധം വഴി ലോകരാജ്യങ്ങൾക്ക് കിട്ടിയ ഒരു അടിയായിട്ട് തന്നെ മാറും. കാരണം ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങൾക്കും ഈ വലിയ ചുങ്കം കൊടുത്ത് വരേണ്ടി വരും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിലും യുദ്ധമുണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ആശ്വാസം തന്നെയാണ്. അത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കാം. ഇതിനിടയിൽ ഇസ്രായേലും ഇറാനിലെ തീവ്ര നിലപാടുകാരുമാണ് ഇതിനെതിരായിട്ട് നിൽക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് തലയൂരിപ്പോയി. ഇനി ട്രംപ് പെട്ടെന്നൊന്നും ഇറാനിൽ ഒരു യുദ്ധത്തിന് തയ്യാറായി വരുമെന്ന് വിശ്വസിക്കാനാവില്ല. പക്ഷേ ഇസ്രായേൽ എന്തായിരിക്കും കരുതി വച്ചിരിക്കുക? ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധമുണ്ട്, ഇറാൻ്റെ കയ്യിലില്ല. പണ്ടേ ഇസ്രായേല് ആണവായുധം ബെൻഗുറിയോൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ് നിർമ്മിക്കാൻ തുടങ്ങിയത് രഹസ്യമായി. അന്ന് 60കളിൽ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ ഭീഷണിപ്പെടുത്തി, നിങ്ങൾ രഹസ്യമായി അണുവായുധം നിർമ്മിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം, ഇത് നിർത്തണം. 1, 2, 3 തവണ ഭീഷണിപ്പെടുത്തി. 4ാം തവണ ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് പക്ഷേ ഇടയിൽ തന്നെ അണുവായുധം നിർമ്മിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോഴും ഇസ്രായേൽ പരസ്യമായ അണുവായുധമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ആ ഇസ്രായേൽ അണുവായുധമായിട്ട് അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിലെ അന്നത്തെ പ്രധാനമന്ത്രി ബെൻഗുറിയോന് അതിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നു. പക്ഷേ ഇതിനെ ചോദ്യം ചെയ്ത അമേരിക്കയുടെ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിക്ക് ജീവൻ നഷ്ടമായി. ജീവൻ നഷ്ടപ്പെടുത്തിയത് സോവിയറ്റ് യൂണിയനും KGB ഒക്കെ ആണെന്നുള്ള ആരോപണമുണ്ടെങ്കിലും ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ പങ്ക് ഇന്നും ആരോപണ വിധേയമാണ്. അമേരിക്കൻ പ്രസിഡന്റുമാർ ഇസ്രായേലിനെയും അവിടുത്തെ നേതൃത്വത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ ഇവരെ ചോദ്യം ചെയ്താൽ അമേരിക്കയിൽ വലിയ സ്വാധീനമുള്ള ആയുധ കച്ചവടക്കാർ, ബാങ്കുകാർ, അവിടുത്തെ നിർണായക സ്ഥാനങ്ങളിലിരിക്കുന്ന നാസയുടെ സയൻറ്റിസ്റ്റുകൾ, അമേരിക്കയെ ഗ്രിപ്പ് ചെയ്യുന്നത് യഹൂദ സമൂഹമാണ്. അവരുടെ താല്പര്യത്തിന് എതിരായിട്ട് ട്രംപ് പ്രവർത്തിച്ചാൽ ട്രംപിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുമെന്നുള്ള ഭീഷണികളൊക്കെ അവർ മുഴക്കിയേക്കാം. എന്തായാലും അങ്ങനെ ഒരു ചരിത്രം ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഈ സമാധാനം എത്ര നാൾ നിലനിൽക്കും എന്നുള്ളത് പറയാനാവില്ല. ഇസ്രായേലിനെ സൂക്ഷിക്കണം.
അമേരിക്ക ഏതായാലും ഒഴിഞ്ഞുപോയി. ഇറാന് സമാധാനം വേണം കുറച്ചു കാലത്തെങ്കിലും, പക്ഷെ അവർ അണുവായുധം ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് നൽകിയെന്നൊക്കെ ട്രംപ് പറയുന്നു. അങ്ങനെ ഇറാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതാനാവില്ല. പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ കൈവശം അണുവായുധങ്ങളുള്ളപ്പോൾ ഇറാൻ അണുവായുധ നിർമ്മാണത്തിലേക്ക് പോയാൽ അമേരിക്ക എന്തു ചെയ്യും എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ സമാധാനത്തിൻ്റെ പിറകിലുണ്ട്. നമുക്ക് എന്താണ് സംഭവിക്കുക എന്ന് അടുത്ത 60 ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.